ഏവർക്കും നമസ്കാരം. നമ്മളിന്നൊരു പുതിയ വീഡിയോയിലേക്കാണ് കടക്കാൻ പോകുന്നത്. അതെന്താണെന്ന് ചോദിച്ചാൽ നമ്മളൊരു എളുപ്പക്കറിയാണ് വെക്കാൻ പോകുന്നത്. എളുപ്പക്കറി എന്ന് പറഞ്ഞാൽ ഈ ഓണമൊക്കെ വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഭയങ്കര ധൃതിയും ഇതൊക്കെയാണ്. നമുക്ക് ഉച്ചയാകുമ്പോഴത്തേക്ക് ഊണൊക്കെ റെഡി ആവണം. അപ്പൊ നമ്മൾ വെക്കാൻ പോകുന്ന കറി എന്താണെന്ന് വെച്ചാൽ പച്ചടിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. ആ പച്ചടിക്ക് എന്താണെന്ന് വെച്ചാൽ പച്ചടി കുറെ ടൈപ്പ് ഉണ്ടാക്കത്തില്ലേ? ഉണ്ടാക്കും. പച്ചടി പല സൈസ് പച്ചടി ഉണ്ടാക്കും. സദ്യക്ക് നമുക്ക് രണ്ടെണ്ണം മതി നമുക്ക് സാധാരണ സദ്യക്ക്. പക്ഷെ പല പച്ചടികൾ വെക്കാം നമുക്ക്. പക്ഷെ നമുക്ക് ഏത് പച്ചടിയാണോ ഇഷ്ടം അത് നമുക്ക് ഓണത്തിന് സദ്യക്ക് ഉണ്ടാക്കാം അല്ലെ? അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം പച്ചടിയാവും സദ്യയില്. അപ്പൊ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന പച്ചടി എന്ന് പറഞ്ഞാൽ പാവയ്ക്ക കൊണ്ടാണ് ഒരു പച്ചടി ഉണ്ടാക്കുന്നത്. ഈ പാവയ്ക്ക പച്ചടി എന്ന് വെച്ചാൽ പാവയ്ക്ക നമ്മൾ വറുത്തത് നല്ലപോലെ ഉണ്ടാക്കി നമ്മൾ പച്ചടി വെച്ചാൽ ഭയങ്കര രുചിയാണ് ഈ പാവയ്ക്ക പച്ചടിക്ക്. അപ്പൊ നമുക്ക് ഈ പാവയ്ക്ക പച്ചടി എങ്ങനെയാ വെക്കുന്നത് നമുക്കൊന്ന് കാണാം. അപ്പൊ നമ്മുടെ ഓണം വീഡിയോസ് ഒക്കെയാണ്. അതോടൊപ്പം തന്നെ ഒരു കാര്യം ഉണ്ട്, നമ്മുടെ കഴിഞ്ഞ വർഷത്തെ ഓണത്തിന്റെ വീഡിയോസും നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് അല്ലെ? കുറെ ഐറ്റംസ്, പായസങ്ങള്, പലതരം കറികള്, കൂട്ടുകറി അല്ലെ? ഒത്തിരി ഐറ്റംസ്. പിന്നെ ഓണ സദ്യയുടെ റെസിപ്പീസ്, അങ്ങനെ എല്ലാം ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ദീപനാളം ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ വർഷത്തെ ഓണത്തിന്റെ വിഭവങ്ങൾ കൂടി നോക്കി അല്ലെ ജസ്റ്റ് ഒന്ന് കാണാനായിട്ടും മറക്കരുത്. അപ്പൊ നമുക്ക് ഈ വർഷത്തെ ഓണ വിഭവങ്ങളിലേക്ക് പോകാം. പാവയ്ക്കപ്പച്ചടി അല്ലേ? പാവയ്ക്കപ്പച്ചടി. അപ്പൊ നമ്മള് പാവയ്ക്ക നമ്മള് നല്ല നാടൻ പാവയ്ക്കയാണ്. നമ്മൾ മാർക്കറ്റിൽ പോയപ്പോ നാടൻ പാവയ്ക്ക കിട്ടി. 1 കിലോ പാവയ്ക്ക മറ്റുമ്പോ 4 പാവയ്ക്ക കിട്ടി. അതിലൊരു പാവയ്ക്ക ഉണ്ട്, 1/4 കിലോ പാവയ്ക്ക ഉണ്ട്. നമുക്ക് ഇത്രയും വേണ്ട പാവയ്ക്ക. ഇതിന്റെ പകുതി മതി നമുക്ക് പാവയ്ക്ക. ഈ പാവയ്ക്ക എങ്ങനെ അരിയുന്നത് നമുക്കൊന്ന് കാണാം. വേറൊരു കാര്യമുണ്ട്, പണ്ട് നമ്മുടെ ഇവിടെ താഴത്തെ പറമ്പിൽ ഇഷ്ടം പോലെ പാവയ്ക്ക. അല്ല, കഴിഞ്ഞ പോലെ നമുക്കുണ്ടായിരുന്ന ഇഷ്ടം പോലെ പാവയ്ക്ക. ഈ പ്രാവശ്യം അമ്മയ്ക്ക് വീണ്ടും വയ്യാത്തോണ്ട് നമ്മൾ പാവയ്ക്ക് നടാൻ പോയില്ല എന്നുള്ളതാണ് ഒരു സത്യം. ഞങ്ങൾ അതുകൊണ്ട് ഭയങ്കര വിഷമമായി പോയി നമുക്ക്. പിന്നെ വേറൊരു കാര്യമുണ്ട്, പണ്ട് നമ്മുടെ താഴത്ത് നമ്മൾ മരുന്നൊക്കെ പറിക്കാൻ പോയി കണ്ടയില്ലേ, അവിടെയൊക്കെ ഭവാനി ചേച്ചിക്ക് ഇഷ്ടം പോലെയായിരുന്നു അല്ലെ? പാവലും പടവലും പയറും ഈ സമയത്ത് ഓണാകുമ്പോ അല്ലെ? പിന്നെ വേറൊരു കാര്യമുണ്ട്, ഈ പാവയ്ക്ക് അമ്മ നേരത്തെ അരിഞ്ഞല്ല കഴുകി വെച്ചതല്ലേ? കഴുകി വെള്ളം തോർത്തി. പാവയ്ക്കൽ ഒത്തിരി നമ്മളിപ്പോ നാടനാണെങ്കിലും ഫോറിനാണെങ്കിലും നന്നായിട്ട് മരുന്നുണ്ട് ഇതിന്റെ. ഇഷ്ടം പോലെ മരുന്നടിക്കാതെ ഒന്നും ഉണ്ടാവത്തില്ലാത്ത അവസ്ഥയാണ്. പിന്നെ ആൾക്കാര് ജൈവവളം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അറിയത്തില്ല എന്ത് വള എന്ത് മരുന്നാണെന്നൊന്നും അറിയത്തില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഒത്തിരി നേരം വെള്ളത്തിലിട്ടു. വേണമെങ്കിൽ നിങ്ങൾക്ക് മഞ്ഞപ്പൊടിയോ പുളിയോ ഉപ്പോ ഒക്കെ ഇട്ടിട്ട് അല്ലെ വെള്ളത്തിലിട്ട് വെച്ചേക്കാം. പിന്നെ തമാശക്ക് പറയുമ്പോ പറയാം, ഇനി ആ വെള്ളം തിളപ്പിച്ചു കഴിഞ്ഞാൽ കറിയായി. ഇങ്ങനെ അരിയണം, കുറച്ച് ലൈറ്റ് ആയിട്ടല്ല അരിയുന്ന, കനം കുറച്ചല്ലേ? പക്ഷെ ആരും പച്ചക്ക് പാവയ്ക്ക പച്ചടി വെക്കരുത്. ഈ ഒരു പരുപ്പത്തിൽ അരിഞ്ഞു അല്ലെ? ഒത്തിരി ലൈറ്റ് അല്ല അല്ലെ? ഒത്തിരി കനം കുറച്ചു അല്ല, എന്നാൽ ഒത്തിരി കനം കൂട്ടിയല്ലാത്തൊരു പരുവത്തിൽ നമ്മൾ അരിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് പാവയ്ക്ക മൊത്തം നമ്മൾ അങ്ങനെ അരിഞ്ഞിട്ടുണ്ട് അല്ലെ? അപ്പൊ നമ്മളൊരു 3 പച്ചമുളകും കൂടെ കഴുകി എടുത്തിട്ടുണ്ട്. വറ്റൽമുളക് ഒന്നും അരയ്ക്കില്ല. അപ്പൊ നമ്മളൊരു 3 പച്ചമുളകും കൂടെ എടുത്തിട്ടുണ്ട്. അതും കഴുകി വെച്ചത്. അത് നമ്മൾ നമ്മൾ കടുവ് പൊട്ടിക്കാൻ നേരത്താണ് ആ പച്ചമുളക് അരിയുന്നത്. അത് അരിയണം. അപ്പൊ പിന്നെ നമ്മൾ ഇതിനകത്ത് വേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളിത് 1 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. നല്ല തൈരാണ്. നമ്മൾ ഉറയൊഴിക്കുന്ന തൈരാണ്. ഇത്രയും തൈര് എടുത്തിട്ടുണ്ട്. മോരല്ല, കലക്കരുത്. കലക്കാതെ നമ്മൾ കോരി എടുക്കണം തൈര്. വലിയ പുളിയും പാടില്ല, പുളി കുറവും ആവരുത്. ഒരു മീഡിയം പരുവത്തിനകത്തുള്ള പുളി ആയിരിക്കണം. അപ്പൊ നമ്മൾ പിന്നെ അതിനകത്ത് ഇത്രയും തേങ്ങ ഒരു മുറി ഇല്ല, കുറച്ച് തേങ്ങയേ ഉള്ളൂ. ഒരു മുറിയിലും കുറച്ച് കുറവല്ലേ? ഒരു 3/4 മുറി തേങ്ങയോളം എടുത്തിട്ടുണ്ട് അല്ലേ? കാരണം ഞാൻ ചിരണ്ടിയത്, അതുകൊണ്ട് എനിക്കറിയാം 3/4 മുറി എടുത്തിട്ടുള്ളൂ. നമ്മള് ഇനി ഒരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് അരയ്ക്കാനുള്ള സാധനങ്ങൾ തന്നെ എടുക്കാം അല്ലെ? അപ്പൊ നമ്മൾ ഇത്രയും തേങ്ങ ചുരണ്ടിയിട്ടുണ്ട്. 3/4 മുറി തേങ്ങയുണ്ട്. പിന്നെ 3 കഷ്ണം ചുവന്നുള്ളിയുണ്ട്. പിന്നെ നമ്മൾ സ്വല്പം ജീരകം, സാധാ ജീരകം, ചെറിയ ജീരകം. ഇത്രയും ജീരകം കൂടെ നമ്മൾ ഇതിന്റെ കൂടെ ഇടുവാണ്. അത്രയും ജീരകം മാത്രമേ മതി. പിന്നെ നമ്മൾ ഇതിനകത്ത് നന്നായിട്ട് അരയ്ക്കണം, നമ്മൾ കല്ലേ വെച്ച്. അപ്പൊ അരയ്ക്കാനുള്ള സാധനങ്ങളെല്ലാം നമ്മൾ എടുത്തിട്ടുണ്ട്. അതിനെക്കാട്ടിലൊക്കെ മുന്തിയ ഒരു സാധനമാണ് ഈ പച്ചടിക്ക് ഏറ്റവും അത്യാവശ്യമുള്ള ഒരു കാര്യമാണ് നമ്മുടെ കടുക്. അപ്പൊ അതെങ്ങനെ ചതയ്ക്കുന്നത് നമുക്കൊന്ന് കാണാം. അമ്മ ഇപ്പൊ ഒരു കാര്യമുണ്ട്, കടുകും കൂടി ഇതിന്റെ കൂടി ഇട്ട് അരയ്ക്കുമല്ലോ അല്ലെ? ജീരകം, തേങ്ങ, ഉള്ളി അരയ്ക്കണം. ഒപ്പം തന്നെ നമുക്ക് കടുക്. അപ്പൊ കടുക് എന്തോരം വേണം, എങ്ങനെ അരയ്ക്കണം നമുക്ക് അരയ്ക്കുമ്പോ കാണാം അല്ലെ? അപ്പൊ നമുക്ക് തേങ്ങ നമ്മൾ അരകല്ലേ വെച്ചായിരിക്കുന്നത്. കുറച്ച് തേങ്ങ ഉള്ളതുകൊണ്ട് നമ്മൾ അരകല്ലേ വെച്ചായിരിക്കുന്നത്. പ്രധാനപ്പെട്ട കാരണം വെച്ചാൽ നമുക്ക് കുഞ്ഞു ജാറില്ല, അതാണ് പ്രശ്നം. കുഞ്ഞു ജാർ ഉണ്ടെങ്കിൽ നിങ്ങൾ അരകല്ലൊന്നും വെച്ച് അരക്കണമെന്നില്ല. കുഞ്ഞു ജാറിന്റെ അകത്തേക്ക് ഇട്ട് ചമ്മന്തിയൊക്കെ അരയ്ക്കുന്നത്. നമ്മുടെ ജാർ പഴയതായതുകൊണ്ട് അത് അരയാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് പച്ചടിക്ക് നന്നായിട്ട് അരയണം. വെള്ളവും ചേർക്കാൻ പറ്റില്ല. വെള്ളം ഒഴിക്കരുത്, വെള്ളം തളിക്കരുത് അല്ലേ? അപ്പൊ ആദ്യം തേങ്ങ അങ്ങ് അരക്കണം അല്ലേ? ഉള്ളി പിന്നെയാണോ അരക്കണേ?
അപ്പൊ നമ്മുടെ തേങ്ങായും ജീരകവും കൂടെ അരച്ചിട്ട് നമ്മൾ ചുമന്നുള്ളിയും കൂടെ അരക്കുവാണ്. ഏറ്റവും ലാസ്റ്റ് ആണ് ചുമന്നുള്ളി അല്ലേ? അല്ല, ഏറ്റവും ലാസ്റ്റ് അല്ല, ഏറ്റവും ലാസ്റ്റ് കടുക്. ഒരാൾ ഇരിക്കുന്നത് കടുക് കടുക് അരക്കണാണ് ഏറ്റവും ലാസ്റ്റ്. കടുക് അരക്കില്ല, നന്നായിട്ട് അരക്കണം. ഇനിയാണ് നമ്മുടെ ഈ പച്ചടിയുടെ ടേസ്റ്റ് കൂട്ടുന്ന കടുക് അല്ലേ? കടുക് എന്തോരം ഇടുന്നുണ്ടോ കാണിച്ചൊക്കെ? ഇത്രയും കടുക് അരയരുത്, അത് ചതയണം, എല്ലാം ചതയണം നന്നായിട്ട്. മൊത്തത്തിലും കിടക്കരുത് അല്ലേ? മുഴുവനെയും കിടക്കരുത്, അരയുകയും ചെയ്യില്ല. അരയോ പോരാ, അരഞ്ഞു കഴിഞ്ഞാൽ പച്ചടി കഴിക്കും. ഓ, അപ്പൊ പയ്യെ അതിങ്ങനെ ചതച്ചു കൊടുത്തു അല്ലേ? അപ്പൊ ഈ ഒരു കാര്യം ഉണ്ടമ്മേ, ഇത് മിക്സിക്കകത്ത് ഈ പണി നല്ല ക്ലിയർ ആയിട്ട് നടക്കത്തില്ല അല്ലേ? മിക്സിക്കകത്ത് പച്ചടിയുടെ പരിപാടി നടക്കൂല. നടക്കും, പക്ഷേങ്കിൽ ടേസ്റ്റ് നമ്മുടെ നാടൻ അത് ഇത്രേ ഉള്ളൂ അല്ലേ? കാണിച്ചമ്മ കണ്ടില്ലേ? ഇത്രയും ചതഞ്ഞിട്ടുള്ളൂ, പൊട്ടി ചത, എല്ലാ കടുവും പൊട്ടി. ഇത് ഒന്നിച്ച് വെച്ച് വീണ്ടും ഒന്നും കൂടി ഒന്ന് ചതച്ച് കൂട്ടിയെടുത്ത് അല്ലേ? നമുക്ക് പഠിച്ചെടുക്കാം. അപ്പൊ നിങ്ങൾ ഓർക്കണം, നമുക്ക് നമ്മുടെ പണ്ടത്തെ അരകല്ലുണ്ടെങ്കിലാണ് പച്ചടിക്കൊക്കെ കൃത്യമായിട്ട് മിക്സിയിലുണ്ടാക്കും. മിക്സിക്കകത്ത് വേണമെങ്കിൽ തേങ്ങ അരച്ചതിന് ശേഷം കടുക് ഇതുപോലെ ഒരു അരകല്ലിലോ അല്ലെങ്കിൽ ഇടികല്ലിലോ ഒക്കെ ഒന്ന് ചതച്ചെടുത്താലും ഓക്കെയാണ് അല്ലേ? തേങ്ങയുടെ കൂടെ ഒന്നും കൂടെ കൂട്ടിയെടുക്കുമ്പോ അല്ലെ? കാരണം ആ ഒരു ടേസ്റ്റ് തേങ്ങയിലേക്ക് കൂടെ പിടിക്കും അന്നേരം. ആ കടുകിന്റെ അരച്ചമ്മ ഉരുട്ടി എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പച്ചടിയുടെ അരപ്പ് പരിപാടി കഴിഞ്ഞു. അപ്പൊ നമ്മുടെ പച്ചടിയുടെ തേങ്ങ നമ്മൾ നന്നായിട്ട് തേങ്ങയും ജീരകവും ചുമന്നുള്ളിയും കൂടെ കടുവ് ചതക്കുകയും കൂടെ ചെയ്ത് നമ്മൾ അരച്ചുരുട്ടി എടുത്തിട്ടുണ്ട്. ഈ അരകല്ലേ അരച്ചെങ്കിൽ ഇങ്ങനത്തെ സമ്പ്രദായം നടക്കുള്ളൂ. മിക്സിയിൽ അരച്ചാൽ ഒരിക്കലും ഇങ്ങനെ കിട്ടത്തില്ല. അപ്പൊ നമ്മളത് അരച്ചു. ഇനി നമുക്ക് അടുത്തതായിട്ട് നമ്മൾ പാവയ്ക്ക വറക്കാൻ പോകാം. 2 പണിയേ ഉള്ളൂ നമുക്ക് ഇച്ചിരി ഇതായിട്ടുള്ളത്. അത് കഴിഞ്ഞ പിന്നെ പച്ചടി അരിഞ്ഞു വെച്ചാൽ ഇനി മറക്കാൻ പോവുക. അപ്പൊ ഈ 2 പണിയാണ് ശരിക്കും പറഞ്ഞാൽ പച്ചടിക്കുള്ളൂ. ബാക്കി ഒരു പണിയില്ല അല്ലേ? പിന്നെ നിങ്ങൾ 2 പച്ചടിയൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഈ അരപ്പ് ഒന്നിച്ചാൽ മതി. അപ്പൊ മിക്സിക്കകത്ത് കൂടുതൽ തേങ്ങ ഉണ്ട്, അപ്പൊ മിക്സിയിൽ അരയ്ക്കാം. എന്നിട്ട് അത് കുറച്ച് തേങ്ങ എടുത്തിട്ട് അരച്ച തേങ്ങ എടുത്തിട്ട് ഈ കല്ലേ വെച്ചിട്ട് കടുവും കൂടെ ഒന്ന് പൊട്ടിച്ചെടുത്താല് അങ്ങനെ മതി. അപ്പൊ ഒത്തിരി തേങ്ങ അരച്ചിങ്ങെടുത്തു. പിന്നെ നമ്മൾ സദ്യക്കൊക്കെ മിക്കവാറും അരപ്പ് ഒന്നിച്ചങ്ങ് അരയ്ക്കും തേങ്ങ അല്ലേ? ഒറ്റ അരപ്പ് അരച്ചിട്ടാണ് പല കറികൾക്കകത്ത് ചേർക്കുന്നത്, കൂട്ടുകറിയിലും അല്ലെ ഒക്കെ ചേർക്കാൻ. അങ്ങനെ അരകല്ലില്ല അടയ്ക്കാൻ പാടുള്ളവർക്കാണെങ്കിൽ ഇങ്ങനെ മിക്സിയിൽ അങ്ങ് അരച്ചിട്ട് കൂടുതൽ പച്ചടിയൊക്കെ 2-3 സൈസ് പച്ചടി വെക്കണേ ഒന്നിച്ച് തേങ്ങ അരച്ചെടുത്തിട്ട് കൂട്ടൊന്ന് ജീരകവും ചുമലൊക്കെ ഒന്ന് കടുക് മാത്രം കുറച്ച് തേങ്ങ അരച്ച് തേങ്ങ എടുത്ത് കല്ലേ വെച്ചിട്ട് ഈ കടുവും കൊണ്ടൊന്ന് പൊട്ടിച്ചാൽ മാത്രം മതി. അപ്പൊ നമ്മൾ പാത്രം അടുപ്പ് വെച്ച് ചൂടായിട്ടുണ്ട്. ഇപ്പൊ എണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല. നമ്മള് പാവയ്ക്ക അതിലോട്ട് ഇടുക. ഒരെണ്ണ ഇപ്പൊ വേണ്ട അല്ലേ? വെള്ളം ഒന്ന് പറ്റിട്ട്, പാവയ്ക്കാക്ക് നല്ല വെള്ളമുണ്ട്. അപ്പൊ ആ വെള്ളം പറ്റി കഴിഞ്ഞിട്ട് വേണം നമുക്ക് എണ്ണ ഒഴിക്കാൻ. അപ്പൊ നമ്മുടെ പാവയ്ക്കയുടെ വെള്ളമൊക്കെ പറ്റി തുടങ്ങി. നമുക്ക് സ്വല്പം വെളിച്ചെണ്ണ അതിനകത്ത് ഒഴിക്കാം. ഈ വെളിച്ചെണ്ണയ്ക്കകത്ത് ഈ പാവയ്ക്ക വറുത്ത് കഴിയുമ്പോൾ നിങ്ങൾ കോരി എടുക്കുവാണ്. ബാക്കി വെളിച്ചെണ്ണ നമ്മുടെ പാവയ്ക്ക് അങ്ങനെ ഈ ഒരു പരുവത്തിലായിട്ടുണ്ട്. ഇത് പോരല്ലോ പരുവം, ശകലം കൂടെ ആവണം. അപ്പൊ നമ്മുടെ പാവയ്ക്ക നന്നായിട്ട് മൂത്തിട്ടുണ്ട്. നമ്മൾ ഇനി ഇത് കോരി എടുക്കുക. വേറെ പരുവം അല്ലേ? പരുവം. ഇനി നമുക്ക് എണ്ണ കണ്ടില്ലേ, നമ്മൾ ഒഴിച്ച എണ്ണ എല്ലാം അത്ര എണ്ണ സൈഡിലേക്ക് വന്നിട്ടുണ്ട് അല്ലേ? നമുക്ക് ഈ പാവയ്ക്ക മാത്രം കോരി ചട്ടിയിലേക്ക് മാറ്റാം. എണ്ണ മൊത്തം ഊറിപ്പോയതിനു ശേഷം അല്ലെ? പാവയ്ക്ക വറുത്ത് കോരിയതിനു ശേഷം നമ്മളിത് നമ്മുടെ കടുക് പൊട്ടിക്കാനുള്ള സാധനങ്ങളൊക്കെ അരിഞ്ഞു വരുന്നുണ്ട്. പച്ചമുളക് നമ്മളിത് ഈ ഒരു രീതിയിലാണ് പച്ചമുളക് ഒരു 3 കൊച്ചുള്ളി ഉണ്ട് അല്ലെ? 3 കൊച്ചുള്ളി നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കടുക് പൊട്ടിക്കാനായിട്ട്. പിന്നെ വറ്റൽമുളക്, കറിവേപ്പില, പിന്നെ നമ്മുടെ പ്രധാന ഇൻഗ്രീഡിയന്റ് ആയിട്ടുള്ള തൈര് നമ്മളിത് ഇനിയാണ് ചേർക്കാൻ പോകുന്നത്. ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും കേട്ടോ. ഈ ഒരു ചട്ടിയിലാണ് നമ്മൾ ഇനി നമ്മുടെ കറി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ നമ്മളിത് ഇത്രയും കടുക് ഇടുന്നുണ്ട്. കടുക് വേണം ഈ കറിക്ക് അല്ലേ? കടുക് വേണം. കടുക് പ്രധാനപ്പെട്ട സാധനമാണ് പച്ചടിക്ക്. പിന്നെ വേറൊരു കാര്യം, നമ്മൾ പാവയ്ക്ക വറുത്തപ്പോ അതിനകത്ത് നമ്മള് ഉപ്പും മഞ്ഞപ്പൊടി ഒന്നും ചേർത്തിട്ടില്ല. പാവയ്ക്കാണ് വറുത്തേക്കണം. അപ്പൊ നമ്മുടെ കടുകൊക്കെ പൊട്ടി കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി അടുത്ത പച്ചമുളക് ഇടാം. ആദ്യം ഇടുന്ന പച്ചമുളക് അല്ലെ? ഇത് മറ്റൊരു കാര്യമുണ്ട്, നമ്മൾ ഈ പാവയ്ക്ക വറുത്തപ്പോ നമ്മൾ അതിനകത്ത് ഉപ്പൊന്നും ചേർത്തിട്ടില്ല. വെറുതെ പ്ലെയിൻ പാവയ്ക്ക വറുത്തെടുക്കുകയാണ് ചെയ്തേ. ഒന്നും ചേർത്തിട്ടില്ല. നമുക്ക് അടുത്തത് ചുമന്നുള്ളിയും കൂടെ അങ്ങോട്ട് ഇടാം. നമ്മുടെ പച്ചമുളക് ഒന്ന് മൂത്തതിന് ശേഷം അല്ലേ? തൊലിയൊക്കെ വാടി 2 കപ്പ് കരിവേപ്പിലയും കൂടെ നമ്മൾ ഇടുവാണ് ഇതിന്റെ കൂടെ. വറ്റൽമുളക് ഇടാം നമുക്ക്. അപ്പൊ നമ്മുടെ കടുക് പൊട്ടിക്കുന്ന സാധനങ്ങളെല്ലാം ഇട്ടുണ്ടെങ്കിൽ അത് മൂക്കട്ടെ. അപ്പൊ നമ്മുടെ കടുക് മൂത്തിനടുത്ത് നമ്മൾ തേങ്ങ അരച്ച് വെച്ചും കൂടെ അങ്ങോട്ട് ഇടുവാണ്.
ഇനി ഞാനുണ്ടല്ലോ ഇത് കട്ട് ചെയ്യാതെ കേട്ടോ കാണിക്കുന്നത്. കാരണം എത്ര സമയമാണ് ഇത് മൂക്കേണ്ടത് എന്നൊക്കെ ഒന്ന് അറിയാനായിട്ട്. മനസ്സിലായില്ലേ? ഇപ്പൊ നമ്മുടെ തീയെല്ലാം ഓഫ് ചെയ്ത് നമ്മള് ഉപ്പ് ചേർക്കുക. ഇത്രയും സമയമാണ് തേങ്ങ ഇട്ടുള്ളൂ. അതായത് ഞാൻ പറഞ്ഞു തീർന്ന അത്രയും സമയം ഇട്ടുള്ളൂ അല്ലേ തേങ്ങ. ഉപ്പിട്ടു. നമുക്ക് വേണേ പിന്നെ രണ്ടാമത്തെ ഇടാം. നമ്മൾ അടുപ്പേന്ന് കണ്ടോ മാറ്റി വെച്ചിട്ടാണ് ബാക്കി പരിപാടികളെല്ലാം ഇനി ചെയ്യുന്നത്. ഇത്രയും സമയമേ ഉള്ളൂ അല്ലേ? അപ്പൊ നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന പാവയ്ക്കായും കൂടെ ഇതിന്റെ കൂടെ ഇടുവാണ്. പാവയ്ക്കയുടെ കണ്ടില്ലേ എണ്ണയൊക്കെ നമ്മളിങ്ങനെ ചെരിച്ച് വെച്ച് എണ്ണയെല്ലാം പോയതിനു ശേഷം ആ പാവയ്ക്കയും കൂടി ഇട്ടു. അത് നമ്മള് അടുപ്പേന്ന് മാറ്റിയതിനു ശേഷം കണ്ടില്ലേ അടുപ്പിലല്ല ഇരിക്കുന്നത്. ആ തേങ്ങ ഇട്ടിട്ട് ജസ്റ്റ് ഒരു ചൂടങ്ങ് വന്നേ ഉള്ളൂ. ആ പച്ചച്ചോവ പതുക്കെ ഒന്ന് മാറി. ഞാനത് പറഞ്ഞപ്പോഴത്തേക്കും സമയം കഴിഞ്ഞു അല്ലേ? അപ്പൊ തന്നെ വാങ്ങി നമ്മള്. മംഗലമായതുകൊണ്ടേ ഈ ചൂട് കിട്ടും. നമ്മൾ അടുത്തത് പച്ചടിയുടെ പ്രധാനപ്പെട്ട സാധനം നമ്മൾ ഒഴിക്കാൻ പോവാണ്. തൈര്. ഇപ്പോഴും തിളയ്ക്കുന്നുണ്ട്. ചൂടുണ്ട് കണ്ടില്ലേ? ഇത് കണ്ട് ഇത് തൊടുകറിയാണ് അല്ലേ? തൊടുകറിയാണ്. അങ്ങനെ നമ്മുടെ പച്ചക്കറി റെഡി ആയോ അമ്മേ? പച്ചക്കറി റെഡിയായി. ഉപ്പ് നോക്കാം അല്ലേ? ഇതിങ്ങനെ വെള്ളം ഒഴിക്കരുത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വിളമ്പി അവിടെ ഇരിക്കണം അല്ലേ? പച്ചടിക്ക് വെള്ളം ചേർക്കൂല. ഉപ്പുണ്ട് അല്ലേ? അപ്പൊ അങ്ങനെ നമ്മുടെ അടിപൊളി പച്ചടി അങ്ങനെ സെറ്റ് ആയിട്ടുണ്ട് കണ്ടോ? പാവയ്ക്ക പച്ചടി. അപ്പൊ 2 പച്ചക്കറിവേപ്പിലും കൂടെ നമുക്ക് ഇതിന്റെ മുകളിലോട്ട് ഇടാം. പിന്നെ ഒരു ടിപ്പ് ഉണ്ട് കേട്ടോ. ഈ പച്ചടിയൊക്കെ നമുക്ക് സദ്യയുടെ തലേദിവസം ഉണ്ടാക്കി വെക്കാം അല്ലേ? അന്നുള്ള ഉണ്ടാക്കുന്ന തലേദിവസം ഉണ്ടാക്കി ഇങ്ങനെ ഇരുന്ന് അങ്ങ് സെറ്റ് ആയി കഴിയുമ്പോൾ ഉള്ള ടേസ്റ്റ് തന്നെ അല്ലേ? പച്ചടി അല്ലെങ്കിലും തലേദിവസം. അപ്പൊ നമുക്ക് സദ്യക്ക് കണ്ടോ നമുക്ക് ചില കറികളൊക്കെ നമ്മൾ തലേദിവസം ഉണ്ടാക്കി വെക്കണം. അപ്പൊ തലേദിവസം ഉണ്ടാക്കുന്ന കറികളിൽ പെട്ട ഒരു കറിയാണ് നമ്മുടെ പച്ചടി അല്ലേ? തീയലുകളും ഒക്കെ അങ്ങനെ തലേദിവസം. എല്ലാ സാധനവും അവിയൽ തോരനൊക്കെ ഉള്ള നമ്മള് സദ്യ. അപ്പൊ അത് നോക്കി വേണം നിങ്ങൾ സദ്യ ഒരുക്കാനായിട്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോഴാണ് നമുക്ക് പെട്ടെന്ന് സദ്യ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഓണത്തിനെന്ന് പറയുമ്പോ ഒരു 12 മണിയൊക്കെ ആകുമ്പോൾ സദ്യ വിളമ്പും അല്ലേ? ചിലടത്ത് 11 മണിക്ക് വിളമ്പും രാവിലെ തന്നെ അല്ലേ? ഞങ്ങളുടെയൊക്കെ വീടുകളിൽ 10 മണിക്ക് സദ്യ വിളമ്പും. അപ്പൊ കണ്ടില്ലേ നമ്മുടെ പച്ചടി അങ്ങനെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇതുപോലെയുള്ള കുറെ അധികം ഓണക്കൂട്ടാനൊക്കെ നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോസിൽ കിടപ്പുണ്ട്. ഈ പ്രാവശ്യം കുറെ വീഡിയോസ് ഉണ്ട് കേട്ടോ. അപ്പൊ ഇങ്ങനെയുള്ള വീഡിയോസ് ഒക്കെ കാണാനായിട്ട് നിങ്ങൾ നമ്മുടെ ദീപനാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് അല്ലേ? നമ്മുടെ പാവയ്ക്ക പച്ചടി റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരു കാര്യം പ്രത്യേകം പറയാൻ, അത് ഞാൻ പറഞ്ഞു, ഉപ്പിട്ട് ഒരിക്കലും പാവയ്ക്ക വറക്കരുത് കേട്ടോ. നമ്മൾ പറഞ്ഞായിരുന്നു. അല്ല പിന്നെ നമ്മൾ ഉപ്പ് ചേർക്കുമ്പോഴുണ്ടല്ലോ ഈ പാവയ്ക്കാട് ഉപ്പിടണമെങ്കിൽ ഉപ്പ് കഴിച്ചു പോകും. അപ്പൊ ഒരിക്കലും പാവയ്ക്കാക്ക് ഉപ്പ് ചേർക്കാതെ വേണം പാവയ്ക്ക വറുത്തെടുക്കാൻ. മഞ്ഞപ്പൊടി ഇടണ്ട. പച്ചടിക്ക് മഞ്ഞപ്പൊടി വേണ്ട. വെള്ള കളറാണ്. അപ്പൊ നമ്മുടെ അടിപൊളി പച്ചടി കാണിച്ചു തരാം. നാളെ ഈ പച്ചടി കൂട്ടുമ്പോഴാണ് ഭയങ്കര രുചി. സദ്യക്ക് തലേദിവസം അതുകൊണ്ടാണ് ഉണ്ടാക്കി വെക്കും. ഉത്തരാടത്തിന് പച്ചടിയുടെ കുറുകും. അപ്പൊ ഇലയിൽ ഒഴിച്ചാൽ പച്ചടി അവിടെ ഇരിക്കണം. ഇങ്ങനെ സൂപ്പർ. മുളകൊക്കെ പോളിഷ് ചെയ്ത പോലെയുണ്ട്. അപ്പൊ ഈ പച്ചടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അപ്പൊ അടുത്തൊരു വീഡിയോ ആയി വരുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ നന്ദി, നമസ്കാരം. പിന്നെ ലൈക്കും കമന്റും നിങ്ങൾ മറക്കുമില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഒന്നുകൂടെ ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ. അതുകൊണ്ട് എല്ലാവർക്കും അടുത്തൊരു പച്ചടി വയ്ക്കുന്നവരെ എല്ലാവർക്കും നന്ദി. അടുത്ത പച്ചടി വയ്ക്കുന്ന അടുത്തൊരു വീഡിയോ അല്ലേ? അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അല്ലേ? അപ്പൊ പച്ചടി വെച്ച് നോക്കണം. ഈ പ്രാവശ്യം ഓണസദ്യക്ക് തലേ ദിവസം പച്ചടി വെച്ച് സെറ്റ് ആക്കി വെക്കുക. അപ്പൊ കുറെ ഓണം സദ്യയുടെ ടിപ്പുകളൊക്കെ ആയിട്ട് ഞങ്ങൾ വരുന്നുണ്ട് അല്ലേ? അപ്പൊ നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും അടുത്ത ആഴ്ച അല്ല അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അല്ലേ? അടുത്ത ദിവസം വീണ്ടും കാണുന്നവരെ നന്ദി, നമസ്കാരം.